ഹലോ ഗൈസ്, എൻ്റെ ഈ വേഷഭൂഷാദികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന്. നമ്മുടെ വീട്ടിൽ അൻപറ കൊടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. കുറേ ദിവസം എനിക്ക് തോന്നുന്നു ജനുവരി 30 എങ്ങാണ്ടായിരുന്നു കൊടുത്തത്. ഇത്രയും ദിവസം ലേറ്റായി അത് ഇടാനായിട്ട്, എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മടി കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളുടെ വീഡിയോയ്ക്ക് എന്ത് ക്ലാരിറ്റി അതുകൊണ്ട് ഇത്രയും എഡിറ്റ് ചെയ്തിടാനെന്ന്. എന്നാലും എന്തോ മടി പിടിച്ചു പോയി ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വിഷ്ണുവേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് പറയൊക്കെ എടുത്തു. പിന്നെ അവിടെ തന്നെ ഒരു പൂജാക്കടയിൽ കയറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് പൂക്കലയും പൂവൊക്കെ ദേ അങ്കിൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിശന്നപ്പോൾ ഞങ്ങളൊരു വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പൂക്കല ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ദേവിക്ക് വേണ്ടി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയി. പിന്നെ വിളക്കെണ്ണയും സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ദേ വാങ്ങി നമ്മളിവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിക്ക്, ഫ്രൂട്ട്സ്. അപ്പോഴത്തേക്കും പാവം എൻ്റെ വിഷ്ണുവായിട്ട് എന്തേന്ന് നോക്കിയേ വിളക്കും പറയെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കടകളിലൊക്കെ പോകുന്ന സമയം കൊണ്ട് വിഷ്ണുവായിട്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി തന്നു കേട്ടോ. നല്ല സൂപ്പർ ഭംഗിയാക്കി എന്ന് പറയാൻ വന്നേ, നല്ല സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണച്ചേട്ടനും ദേ കൊല വാങ്ങിക്കാൻ, നമ്മൾ ലാസ്റ്റാണ് പഴക്കൊല വാങ്ങിക്കാൻ പോയത്. വെച്ച് കറുത്ത് പോകണ്ടെന്ന് വിചാരിച്ചാണ് ലാസ്റ്റ് പോയത്. പിന്നെ ഡാണാപ്പൊടി പോയി പഴക്കൊലയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇല വെട്ടാൻ നോക്കണം കേട്ടോ. ഇഷ്ടം പോലെ ഇല വെട്ടണമായിരുന്നു. 10-26 ഇലയും കണ്ട് വേണമായിരുന്നു. അത് കഴിഞ്ഞ് ഒരുങ്ങിയിരുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തു, ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ദേ പറ വരാറായിട്ടുണ്ടായിരുന്നു. 8 മണി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളുടെ വീഡിയോ ശരിക്കും എന്ത് വീഡിയോ ആണ്. ശരിക്കും ഞാൻ ഫാമിലി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ ഒരു സീസൺ മകരം കുംഭമാസം എന്ന് പറയുന്നത് പറയുടെ സീസണാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഈരയിലമ്മയ്ക്ക് അൻപറ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഇവരാണെങ്കിൽ തലേദിവസമാണ് വന്ന് അറിയിക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ കൊടുക്കാൻ വേണം. ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാം ദേവിയുടെ അനുഗ്രഹം എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ദേവി നമ്മളെല്ലാം അനുഗ്രഹിക്കുകയാണ് കേട്ടോ. ഇശാൻകുട്ട അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഭയങ്കര തുള്ളലായിരുന്നു. ദേവിയുടെ കൂടെയൊക്കെ അവൻ കിടന്നങ്ങ് തുള്ളലായിരുന്നു. ദേവി ചൂട് വെക്കുമ്പോൾ അവനും അതിൻ്റെ കൂട്ടത്തിൽ ചൂട് വെപ്പായിരുന്നു. അവനെയും ഡില്ലം പടവട, അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡില്ലം പടവട. ഇത് കേൾക്കുമ്പോൾ അവനൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പിന്നെ അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, വല്യച്ഛനും വല്യമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മൊത്തം ഇങ്ങനെ ദേവി പറ എന്ന് വിചാരിക്കരുത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന അന്നും നമുക്ക് മാരിയമ്മൻ കോവിലിൽ പറയുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് കാഞ്ഞൂര പറയുണ്ട്, കാട്ടിലമ്പലത്തിലെ പറയുണ്ട്. അങ്ങനെ കുറേ പറകൾ ഇനിയും നമുക്ക് ബാക്കിയുണ്ട് ഗൈസ്. എല്ലാ വിശേഷങ്ങളും പറ്റുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മുടെ ഫാമിലി വിശേഷങ്ങളും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ബീച്ചിലൊക്കെ പോകുന്നതിൻ്റെ ആ വിശേഷം നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.